നമസ്കാരം. RDX ഇവിടെ ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ദിലീപിന് പരസ്യ പിന്തുണ നൽകി UDF കൺവീനർ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ മുന്നണി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ വിവാദ പരാമർശം. സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണി ഇല്ലാത്തതിനാലാണെന്ന് പരിഹസിക്കാനും അടൂർ പ്രകാശ് ഒട്ടും മടിച്ചില്ല. തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രസ്താവന വൻ വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വം പെട്ടെന്ന് ഇടപെട്ടു. നേതൃനിര ഒന്നാകെ കണ്ണുരട്ടിയതോടെ അടൂർ പ്രകാശ് പറഞ്ഞത് വിഴുങ്ങി. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചെന്നായിരുന്നു ന്യായീകരണം. മാങ്കൂട്ടത്തിൽ നൽകിയ പരിധിയില്ലാത്ത പിന്തുണയ്ക്ക് പിന്നാലെ അടൂർ പ്രകാശ് എന്തിനാണ് മുന്നണിയുടെ നിലപാടിനെതിരായി ദിലീപിനെയും പരിധി വിട്ട് പിന്തുണയ്ക്കുന്നത്? വിവാദം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചോ? നോക്കാം RDX റാപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കോൺഗ്രസ് പിടിച്ചത് വലിയൊരു പുലിവാലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ പൊല്ലാപ്പ്. അതും മുതിർന്ന നേതാവ് അടൂർ പ്രകാശിൽ നിന്ന്. മനസ്സിലുള്ളത് വെളിപ്പെടുത്താതെ പറയേണ്ടത് മാത്രം പറയുന്ന പ്രായോഗികവാദിയായ നേതാവാണ് അടൂർ പ്രകാശ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പുറത്തും തരക്കേടില്ലാത്ത പ്രതിച്ഛായയുള്ള അടൂർ പ്രകാശിന്റെ പരാമർശം UDFനെ ആകെ വെട്ടിലാക്കുന്നതായി. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ സന്തോഷം അടൂർ പ്രകാശ് തുറന്നങ്ങ് പ്രകടിപ്പിച്ചു. വിവാദ പരാമർശം LDF മിനിറ്റുകൾക്കുള്ളിൽ ആയുധമാക്കി. ഇതോടെ വേട്ടക്കാരനൊപ്പമാണ് മുന്നണിയെന്ന ആക്ഷേപത്തിനും UDF നേതാക്കൾ മറുപടി പറയേണ്ടി വന്നു. രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾ അടൂർ പ്രകാശിനെ തള്ളാൻ വൈകിയെങ്കിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ദിനം UDFന് കൈപ്പേറിയതായേനെ. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരനല്ലെന്ന സെഷൻസ് കോടതി വിധിയെ തുടർന്ന് സിനിമാ സംഘടനകളിലേക്ക് മടങ്ങിയെത്താനുള്ള ദിലീപിന്റെ നീക്കം സിനിമാ മേഖലയിലും പുതിയ ചേരിപ്പോരിന് വഴിവെച്ചിരിക്കുകയാണ്. ആരും ഒന്നും പുറമേക്ക് പറയുന്നില്ലെങ്കിലും ദിലീപിനെതിരായ വികാരം താരസംഘടനയിലടക്കം പുകയുന്നുവെന്നാണ് സൂചന. അതേസമയം ഫെഫ്കയിലും നിർമ്മാതാക്കളുടെ സംഘടനയിലും ദിലീപിനെ ഉടൻ തിരിച്ചെടുത്തേക്കുമെന്നാണ് വിവരം. RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രധാന പ്രതികരണങ്ങളിലേക്കാണ്. പോളിംഗ് ദിവസം UDFനെ വെട്ടിലാക്കിയിരിക്കുന്നു അടൂർ പ്രകാശ്. കേസിൽ ദിലീപിന് നീതി ലഭിച്ചു. സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ്. ആരെ ദ്രോഹിക്കാനുണ്ടെന്ന് തിരയുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും UDF കൺവീനർ. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. UDF കൺവീനറുടെ പരാമർശം നാടിന്റെ പൊതുവികാരത്തിനെതിരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് UDFന്റെ നിലപാട് തന്നെയാണ്. സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി. ഇവിടെ അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണെന്ന് തോന്നുന്നില്ല. പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ അംഗീകരിക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമാണെന്നും KPCC അധ്യക്ഷൻ. നടി ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അടൂർ പ്രകാശിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അതിന് ഞങ്ങളിതിന് വേട്ടക്കാരനൊപ്പം നിൽക്കേണ്ട കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നീതി കിട്ടുക, ഞങ്ങൾ എല്ലാ കാലത്തും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. നാളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. വാക്കുകൾ വിവാദമായതോടെ 2 മണിക്കൂറിനകം പരാമർശം തിരുത്തി പറഞ്ഞു അടൂർ പ്രകാശ്. താൻ എന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് വളച്ചൊടിച്ചെന്നും അടൂർ പ്രകാശിന്റെ രണ്ടാമത്തെ തിരുത്തൽ. അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം രാവിലെ പറഞ്ഞ എൻ്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് UDFും എന്ന് തന്നെ അത് വ്യക്തമാക്കി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ച അവസരത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞു.
ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഡാറ്റ ഷീറ്റിലാണ്. അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ലെന്ന് അതേസമയം ഉമാ തോമസ് പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യർക്കെതിരായ ദിലീപിന്റെ പരാമർശം വളച്ചൊടിക്കലെന്നും ഉമാ തോമസ് കുറ്റപ്പെടുത്തി. ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ കൂടി വേഗത്തിൽ നോക്കാം. രണ്ടാം പ്രതി മാർട്ടിനെ പിടിച്ചത് താനാണെന്ന് നടനും സംവിധായകനുമായ ലാൽ പറഞ്ഞു. അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് സംഭവത്തെപ്പറ്റി പറഞ്ഞത് താനാണെന്നും PT തോമസ് അല്ലെന്നും ലാൽ ഇന്ന് വെളിപ്പെടുത്തി. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിന് ഫോൺ ചെയ്ത് ഇവരറിയിക്കുന്നത് ഞാനാണ്, അല്ലാതെ അത് PT തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് PT തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ PT തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം ദിലീപിനെ ശക്തമായ ഭാഷയിൽ പിന്തുണച്ചിരിക്കുന്നു രഞ്ജി പണിക്കർ. കുറ്റവാളി അല്ലാതെ ഇരുന്നിട്ടും ശിക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപിന് തോന്നിയാൽ എന്താണ് തെറ്റെന്ന് രഞ്ജി പണിക്കർ ചോദിച്ചു. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്ന് പ്രതികരിച്ച മുകേഷ് MLA കോടതി വിധിയെ മാനിക്കുന്നു, വിധിയിൽ നിരാശയുണ്ടോ, ദിലീപിനെ വെറുതെ വിട്ടതിൽ അഭിപ്രായം എന്ത് തുടങ്ങിയ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക. അതൊരു വലിയ തീരുമാനമല്ലേ. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഞാൻ ചിരിച്ചോണ്ട് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ആൾക്കാർ പറയും ബബ്ബബ്ബ അടിക്കുന്നു, ബബ്ബബ്ബ ചിരിക്ക് ബബ്ബബ്ബ എന്നുള്ള ഒരു അർത്ഥം ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ കേൾക്കുന്നത്. ബബ്ബ എന്ന ദിലീപിന്റെ സിനിമ കൂടി വരുന്നുണ്ട്, അതുകൂടെ പറയാം. ഡാറ്റാ ഷീറ്റിലേക്കാണ് ദിലീപിന്റെ നീക്കം എങ്ങനെയാണ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ എതിർ നിയമ നടപടിക്ക് ദിലീപ് ഒരുങ്ങുന്നു. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് നീക്കമുണ്ട്. ഗൂഢാലോചനയിൽ പങ്കാളികളായവരെയും കണ്ടെത്തണമെന്ന് ദിലീപ് ആവശ്യപ്പെടും. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചെന്ന നിലപാടിലാണ് ദിലീപ് ഇപ്പോൾ ഉള്ളത്. ഫെഫ്കയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ദിലീപിനെ സംഘടനയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നീക്കത്തിൽ ഫെഫ്കയിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു. സംഘടനയ്ക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഫെഫ്കയും താരസംഘടനയായ അമ്മയും വേട്ടക്കാർക്കൊപ്പമെന്ന് ഭാഗ്യലക്ഷ്മി ആരോപിക്കുന്നു. അതിജീവിതയ്ക്കൊപ്പമല്ല ഇവരെന്ന് തിരിച്ചറിയുന്നു. ഒരു സംഘടനയിലും ഇനി പ്രവർത്തിക്കില്ല. താരസംഘടനയ്ക്കും വിമർശനമുണ്ട്. അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്നിട്ടും ഫലമുണ്ടായില്ല. സ്ത്രീകൾ നയിക്കുന്നതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ പറയുന്നത് എന്നതിന് പിന്നിലുള്ള പുരുഷന്മാരുടെ അഭിപ്രായമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി ഇന്ന് തുറന്നടിച്ചു. സനീഷ, ഇത് ഒരുപാട് വിഷയങ്ങളും ഒരുപാട് പ്രതികരണങ്ങളും ഇന്നത്തെ വിധിയോട് അനുബന്ധിച്ച് ഇന്നും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത് അടൂർ പ്രകാശിൽ നിന്നാണ്. അടൂർ പ്രകാശിൽ നിന്നാണ് തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലേ? അടൂർ പ്രകാശ് ഇതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആണെന്നോ അല്ലെങ്കിൽ നാക്കുപിഴയാണെന്നോ ഒന്നും പറഞ്ഞൊഴിയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ കാരണം മൂപ്പരിത് ആദ്യമായിട്ടല്ല പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പോലും അദ്ദേഹത്തിൻ്റെ ഓഡിയോ തള്ളിപ്പറയാത്ത പശ്ചാത്തലത്തിൽ അത് ആണെന്ന് പറഞ്ഞ UDF കൺവീനറാണ് ബഹുമാനായിട്ട് ഈ വ്യക്തി. എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത്തരം കേസുകൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇങ്ങനെ ഒരു കേസ് വന്നാൽ അദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ എവിടെയായിരിക്കും നമുക്കിപ്പോഴേ അറിയാം. ഭാവിയിൽ ഇപ്പോൾ ഇത്തരം അതിക്രമങ്ങളോ അക്രമങ്ങളോ ഇല്ലാതിരിക്കട്ടെ ഭാവിയിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ മനുഷ്യരാണല്ലോ, ലോകത്ത് എല്ലായ്പ്പോഴും സംഭവിക്കും. ഭാവിയിലും ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായാൽ അടൂർ പ്രകാശ് ഏത് സ്റ്റാൻഡിലായിരിക്കും എന്ന് നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാം. എവിടെയാണോ ഇരയുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് എവിടെയാണോ അവിടെ നിൽക്കും. ഇരയുടെ ഓപ്പോസിറ്റ് വേട്ടക്കാരൻ്റെ പക്ഷത്തായിരിക്കും അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നിയത് ബിനിൽ, അതായത് നമ്മുടെ ഈ ചില സംഘടന, ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും ചില സംഘടനകൾ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ മറ്റു ചില സംഘടനകളിൽ ഇരട്ടാംഗത്വം ഉണ്ടാവുമല്ലോ. ഇപ്പം NSS KB ഗണേഷ് കുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി നേതാവാണ്. പക്ഷേ അദ്ദേഹം NSSൻ്റെ ഭാരവാഹിയാണ്, അങ്ങനെയല്ലേ? അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെ തന്നെയായിരുന്നു.
ഇദ്ദേഹത്തിന് ഇരട്ടാംഗത്വം ഉണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒന്ന് കോൺഗ്രസിനകത്ത്, രണ്ട് മെൻസ് അസോസിയേഷനിൽ. ഏത് മറ്റേ രാഹുൽ ഈശ്വറിൻ്റെയും മറ്റേ ശാസ്താമംഗൽ അജിത് കുമാറിൻ്റെയും മെൻസ് അസോസിയേഷനിലൊരു സ്ലീപ്പിംഗ് സെൽ മെമ്പറാണോ അടൂർ പ്രകാശ് എന്ന് നല്ല ബോധ്യം തോന്നൽ എനിക്കുണ്ട്. എന്ന് മാത്രമല്ല, അതുകൊണ്ട് സ്ലീപ്പിംഗ് സെല്ലായിരുന്നു ഇത്രയും നാൾ അങ്ങനെ വരണ്ടാന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്ന് കണ്ടിട്ട് അടൂർ പ്രകാശ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബിനിൽ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ആളുകൾ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് കണ്ടിട്ട്. കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ അയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിലെ സ്ത്രീകൾ തന്നെ വന്നിട്ട് കാര്യങ്ങൾ പറയുകയും ഓരോരോ വിവരങ്ങൾ പുതിയതായിട്ട് വരുമ്പോഴും ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന് അടൂർ പ്രകാശിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്ന് വളരെ ഒറ്റ സ്റ്റാൻഡ്. പിന്നെ ഇപ്പോഴും അദ്ദേഹത്തിന് സ്റ്റാൻഡ് മാറിയിട്ടൊന്നുമില്ല. അദ്ദേഹം എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിതാ തിരുത്തുകയാണ്, ഞാൻ അതിജീവിതക്കൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞതെന്നല്ലാതെ അതിനകത്തുള്ള ഹിംസാത്മകമായിട്ടുള്ള നിലപാട് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടുള്ളതല്ല, അപ്പീൽ കൊടുക്കുന്നതിനെ പരിഹരിച്ചുകൊണ്ടുള്ളതാണ്. അതെ, സർക്കാർ കേസ് നടത്തുകയാണ് ഈ കാര്യത്തിൽ ചെയ്തത്. സർക്കാർ ഇതിലൊരു ക്രൈം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? പിന്നെ ക്രൈം നടന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കുറ്റകൃത്യം നടന്നു, അതും അതിനിന്ദ്യമായുള്ള കുറ്റകൃത്യം. കേരളമോ രാജ്യമോ കേട്ടിട്ടില്ലാത്ത വിധം റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുക എന്ന ഒരു നിന്ദ്യമായുള്ള കുറ്റകൃത്യം ഇവിടെ നടന്നു. ആ പെൺകുട്ടി അത് അനുഭവിച്ചു എന്നത് വസ്തുതയാണ്. ഇന്നലെ വന്ന വിധിയിൽ തന്നെ ഈ കുറ്റകൃത്യം നടത്തിയ ആളുകളെ മുഴുവനായിട്ട് ശിക്ഷിച്ചിരിക്കുകയാണ് കോടതി. അപ്പോൾ ആ കുറ്റകൃത്യം നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിച്ച കേസ് നടത്തിയത് സർക്കാരാണ്. ഇത്തരം കാര്യങ്ങളിൽ കേസ് സർക്കാരാണ് നടത്തുക, പ്രോസിക്യൂഷനാണ് നടത്തുക. ആ കേസിൽ പരാജയമുണ്ടായി, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ സമ്പൂർണ്ണ നീതി ഉണ്ടായിട്ടില്ല എന്ന് ഈ പരാതിക്കാരിയായ പെൺകുട്ടിക്കും കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ ശതമാനം, എന്ന് വെച്ചാൽ 90% ആളുകൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. സർക്കാരിനും സ്വാഭാവികമായിട്ടൊരു തോന്നലുണ്ട്. ഇത്തരം കേസുകളിൽ കേസ് നടത്തിയ സർക്കാർ സ്വാഭാവികമായിട്ടും അപ്പീൽ പോകില്ലേ? ആ അപ്പീൽ പോകുന്നതിനെ പരിഹസിക്കാൻ എന്ത് അവകാശമാണ് ഒരു പൊതുപ്രവർത്തനം ഉള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. അതും സാധാരണ പൊതുപ്രവർത്തനാണോ ബിന്നിലെ? അദ്ദേഹം ആരാണ്? രണ്ട് മുന്നണികളായിട്ട് നിൽക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണിയിലെ കൺവീനറാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ നമ്പർ 1. ആ മുന്നണിയെ കൊണ്ടുപോകുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP തുടങ്ങിയ അങ്ങോട്ടുള്ള കേരള കോൺഗ്രസുകൾ, ഇത്തരം പാർട്ടികളെല്ലാമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗത്തെ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വലിയൊരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മുന്നണിയുടെ, നമ്മുടെ കേരളം എന്ന ഈ നാടിനെ 5 വർഷം കൂടുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഒഴികെ 5 വർഷം കൂടുമ്പോൾ ഭരിച്ചിട്ട് ഈ വിധത്തിൽ പുരോഗമിക്കുന്ന ഒരു സമൂഹമാക്കിയിട്ട് മാറ്റിയ മുന്നണിയിലെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥലത്തെ 45% വോട്ടുകളുടെ ഉടമയായിട്ടുള്ള മുന്നണിയിലെ അത്രമാത്രം മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഈ മുന്നണിയുടെ തലപ്പത്തിരുന്നിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു അതിജീവിതക്കെതിരായിട്ടുള്ള വർത്തമാനം പറയുന്നത്. അതും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൻ്റെ അന്ന് രാവിലെ വന്നിട്ട് ഈ പറയുന്ന പ്രാധാന്യമുള്ള ഒരു മുന്നണിയുടെ കൺവീനറായിരിക്കുന്ന ഈ പറയുന്ന പ്രാധാന്യമുള്ള ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ മറ്റേ സംഘടനയുടെ, എന്ന് വെച്ചാൽ മെൻസ് അസോസിയേഷൻ്റെ അഭിപ്രായമാണ് വന്ന് പറയുന്നത്. എന്തൊരു മോശം കാര്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതിനകത്ത്? സണ്ണി വക്കീലിൻ്റെ ശബ്ദത്തിലൊന്നും ഒരു സംശയമില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേതാവായതുകൊണ്ട് ചില ചാഞ്ചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു ആശയ വ്യക്തത കുറവില്ലാതെ അദ്ദേഹം വന്ന് പറഞ്ഞത്. രമേശ് ചെന്നിത്തല ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നത്തിന് മുമ്പിൽ തന്ത്രപരമായുള്ള നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണല്ലോ ഇവരെല്ലാം. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും ഒരു ഇളക്കവും ഉണ്ടായില്ലല്ലോ. വളരെ കൃത്യമായിട്ടില്ലേ, ഷാർപ്പായിട്ടില്ലേ പറഞ്ഞത്. അപ്പോൾ മുന്നണി കൺവീനർ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരം കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ പാലക്കാട് MLA ന്യായീകരിക്കാൻ ഇദ്ദേഹം മുന്നോട്ട് വന്നു. അതെങ്ങനെയാണ് മനസ്സിനകത്തപ്പോൾ? നിശ്ചയമായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിശ്ചയമായിട്ടും ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ ഉടനടി ഇപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുക, ഇരക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നതിലേക്ക് ഒരു മുന്നണി കൺവീനർ എത്താമോ എന്ന ചോദ്യം ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അങ്ങനെ മനോനിലയുള്ള ഒരാളെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിർത്താമോ എന്ന ചോദ്യം രണ്ടാമത്തേതാണ്. ഈ ഇത്രയും പ്രധാനപ്പെട്ട മുന്നണിക്ക്, ഇത്രയും പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി കൺവീനറായിട്ട് ഈ മനോനിലയിലുള്ള ആളാണോ വരേണ്ടത് എന്ന ചോദ്യം ആർക്കുള്ളിലും വരും. അതൊക്കെ അവരുടെ പാർട്ടിയുടെയും അവരുടെ മുന്നണിയുടെയും കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെയും കാര്യങ്ങളാണ്. പക്ഷേ ഇതുകൂടെ വന്നതോടുകൂടിയിട്ട് യാതൊരു സംശയവുമില്ലാത്ത വിധം ഞാൻ പറയുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലും പൊതുസമൂഹത്തിലാകെ തന്നെയും ഈ പ്രത്യേക വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഞാൻ കരുതുന്നതും ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നതും 90% ആളുകളും ഇപ്പുറത്താണ്, ഈ പെൺകുട്ടിക്കൊപ്പമാണ്. പക്ഷേ 10% ആളുകളാണെങ്കിലും അപ്പുറത്തുണ്ട്. ഇപ്പോൾ ഒന്ന് രഞ്ജി പണിക്കരുന്ന് സംസാരിച്ചില്ലേ, വളരെ ഷാർപ്പായിട്ട് സംസാരിച്ചില്ലേ. ഞാൻ ഈ കാര്യത്തിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ് എന്ന്, ഞാനിതിനകത്ത് കക്ഷിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. നന്നായിട്ട് ഡയലോഗ് പറയാനും എഴുതാനും ഒക്കെ ശേഷിയുള്ള ആളാണല്ലോ. പക്ഷേ നമുക്കറിയാമല്ലോ അദ്ദേഹം ഏത് ഭാഗത്താണെന്ന്. ഞാനൊരു നിരീക്ഷകൻ മാത്രമാണ്, കാഴ്ചക്കാരൻ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും നമുക്കറിയാം അദ്ദേഹം ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന്. അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വലിയ നിരാശ ഉണ്ടാകും എന്ന് പരിഹസിക്കുകയാണ്. എന്താ സംശയം? നമുക്ക് നിരാശയുണ്ടാകും. നമ്മൾ മാധ്യമങ്ങൾ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്താണ്. അങ്ങനെ എല്ലാത്ത ആളുകളുണ്ട്. ഈ 90-10 എന്ന ശതമാന കണക്ക് എല്ലായിടത്തും ഉണ്ട്, മാധ്യമങ്ങളിലും ഉണ്ട്. മാധ്യമങ്ങളിൽ 90% ആൾക്കാരും നിലപാടെടുത്താണ്. ഈ നിലപാടും
നമ്മുടെ ചിന്തകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ചേർത്തിട്ട് അങ്ങനെയുള്ള വിധിയല്ല വന്നത് എന്നുണ്ടാകുമ്പോൾ നിരാശ ഉണ്ടാകില്ലേ? എന്തിനാണ് പരിഹസിക്കുന്നത്? നിങ്ങൾക്ക് വലിയ നിരാശയുണ്ടാവും എന്ന് രഞ്ജി പണിക്കർ പറയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേകതരം ആധികാരികതയും ഒക്കെ ഉണ്ടല്ലോ, ഒരു കനമുണ്ടല്ലോ. നിങ്ങൾക്ക് വലിയ നിരാശയുണ്ടാകും. കഥാപാത്രങ്ങൾ പോലെ തന്നെ. അദ്ദേഹത്തിയ കഥാപാത്രങ്ങളുടെ കഥ പറയണ്ട, അത് പിന്നെ നമുക്ക് വേറെ വിഷയം ചർച്ച ചെയ്യാം. കഥാപാത്രങ്ങളുണ്ടല്ലോ ചെയ്ത് നടണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് വലിയ നിരാശയുണ്ടാകും. നിരാശയുണ്ടാകുന്നതിൽ എന്താണ് കാര്യം? നമ്മൾ നീതിന്യായ കോടതിയിൽ നിന്ന് വരുന്ന വിധികളിൽ നിരാശപ്പെടാനൊക്കെയുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് മാധ്യമങ്ങളിൽ നിരാശയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോഴും പക്ഷേ അദ്ദേഹത്തിന് ഞാനൊരു കാഴ്ചക്കാരനാണ് കേട്ടോ എന്ന് പറയണം. ഇവർ ഈ കാഴ്ചക്കാരനാണ് കേട്ടോ എന്ന് പറയുന്ന ആളുകൾ, നമ്മളെ ഇപ്പോൾ എനിക്ക് അതിജീവിതക്കൊപ്പമുള്ള നിലപാടാണുള്ളത്. ആ നിലപാട് ഞാൻ തുറന്നാണ് പറയുന്നത്. അപ്പം മറ്റുള്ളവർ അങ്ങനെയല്ല. ഈ ദിലീപിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളിതിനെ സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടുമാണ് കാണുന്നത്. അവർ നിൽക്കുന്നത് എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതേ കാര്യം തന്നെയാണ് ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ മനോഭാവമുള്ള ഇതേ കാര്യം തന്നെയാണ് ആളുകൾക്കെല്ലാം ഉള്ളത്. ഇപ്പോൾ നീതിന്യായ രീതിയിൽ മുന്നോട്ട് പോകാം. അതിപ്പം ഇന്നിപ്പോൾ ഭാഗ്യലക്ഷ്മി വന്ന് സംസാരിച്ചല്ലോ. നമ്മൾ എല്ലാ കാര്യം കൊണ്ട് ഞാൻ എൻ്റെ പറയുന്നില്ല. ഭാഗ്യലക്ഷ്മി വന്ന് സംസാരിച്ചല്ലോ. ഭാഗ്യലക്ഷ്മി വന്ന് സംസാരിച്ച് അവർ ഈ അതിജീവിത എങ്ങനെയാണ് ഈ സമയത്ത് കടന്നത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് തീർന്നോ? അതായത് ഇതിനൊരു ഫൈനൽ വേർഡിക്റ്റ് ഉണ്ടായോ? ഇതിന് അപ്പീൽ പോവില്ലേ? സർക്കാർ തന്നെ അപ്പീൽ പോവുകയല്ലേ? ഈ പെൺകുട്ടി തന്നെ അപ്പീലിലേക്ക് കടക്കുകയില്ലേ? ഈ വിധി വന്ന രീതികളെ പറ്റിയിട്ടുള്ള വിമർശനങ്ങൾ പൊതുസമൂഹത്തിലാകെ തന്നെ ഇല്ലേ? ഈ പൊതുസമൂഹമാകെ തന്നെയും ഇത് ശരിയായില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം പേരും ഇല്ലേ? അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ കോടതി ഒരു വിധി പറഞ്ഞിരിക്കുകയാണ്, നമ്മളതിനെ മാനിക്കണം. പക്ഷേ ആസിഫ് അലി പറഞ്ഞൊരു വാക്കില്ലേ, ഞാൻ കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമായി പോകും എന്ന് പറഞ്ഞില്ല. എന്താണ് ആളുകളുടെ മനസ്സിലുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ആളുകൾ അവരവരുടെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. എല്ലാവരെയും ബോധ്യപ്പെടുന്നൊരു വിധി വന്നിട്ടില്ല. എല്ലാവരെയും ബോധ്യപ്പെടുന്ന വിധികൾ ഉണ്ടാവുകയില്ലായിരിക്കാം. പക്ഷേ എല്ലാവർക്കും പൊതുസമ്മതമായിട്ടുള്ളൊരു സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതിനകത്ത് ഈ പറയുന്ന പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇരു കക്ഷികൾക്കും ഒരു പരിധിവരെ BJPക്കും ആരും ഔദ്യോഗികമായിട്ട് വന്നിട്ട് അതിജീവിതക്കെതിരാണെന്നും അല്ലെങ്കിൽ ദിലീപാണ് ശരിയെന്നും ഔദ്യോഗികമായിട്ട് വന്ന് പറഞ്ഞിട്ടില്ല. BJPയിലൊക്കെ ബഹുഭൂരിപക്ഷ ആളുകളും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ സൈബർ അണികൾ ദിലീപിനൊപ്പമാണ്, ദിലീപ് ഉപദ്രവിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് നമ്മുടെ 3 മുന്നണികൾക്കും ഒറ്റ നിലപാടേ ഇതിനകത്തുള്ളൂ. അപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയുടെ കൺവീനർ വന്നിട്ട് ഇമാതിരി വർത്തമാനം പറയുന്നത്. ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ, അദ്ദേഹം ആ സ്ഥാനത്തിരുന്നത് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയുന്ന ഒരാൾ ആ സ്ഥാനത്ത് ഇരിക്കാൻ പാടുമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായി എനിക്ക് അദ്ദേഹം UDFന് ഈ സമീപകാല പ്രസ്താവനകൾ കൊണ്ട് UDFനും കോൺഗ്രസിനും അടൂർ പ്രകാശ് ഉണ്ടാക്കി വെക്കുന്ന ഡാമേജ് ചെറുതല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ പൊതുബോധ നിർമ്മിതിയിൽ അടിസ്ഥാനപ്പെടുത്തി എല്ലാ കാര്യങ്ങളും സമീപിക്കണമെന്നില്ല. പക്ഷേ നീതിബോധം ഉണ്ടാവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വേണ്ട ഒരു ക്വാളിറ്റിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ യുവനടി അവരാക്രമിക്കപ്പെട്ടു എന്ന കാര്യത്തിലൊരു സംശയമില്ല. അത് കോടതി കൂടി ശരിവെച്ചിരിക്കുകയാണ്. നമുക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നു. ആ പെൺകുട്ടി വന്ന് പറഞ്ഞ സമയം മുതലേ, ധീരമായ ആ പെൺകുട്ടി പറഞ്ഞ സമയം മുതലേ നമുക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നു ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നുള്ളത്. അതിനുശേഷം കോടതി അത് ശരിവെച്ചിരിക്കുന്നു. കാരണം സനീഷ് പറഞ്ഞ പോലെ ആ ആക്രമണത്തിൽ ഡയറക്റ്റായി പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആക്രമണത്തിൻ്റെ മോട്ടീവ് എന്താണ്? അതാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ആക്രമണം ഞാൻ ഇന്നൊരു എനിക്ക് വളരെ ടച്ചി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മീം കണ്ടത്, കൈകളെ ശിക്ഷിക്കുന്നു, തലച്ചോറിനെ ശിക്ഷിക്കുന്നില്ല. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഒരാളെ ഏകപക്ഷീയമായിട്ട് കുറ്റക്കാരെന്ന് വിധിക്കുകയല്ലോ ചെയ്യുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പുറത്തു വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, മനുഷ്യന് തലച്ചോറ് കൊടുത്തിരിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടപ്പെട്ടിരിക്കുന്നത്. അതിന് ഒരുപാട് തെളിവുകൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ അത് മതിയാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. പക്ഷേ അപ്പോഴും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ദിലീപ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന ഒരു വ്യക്തിയെ കുറ്റക്കാരനല്ല എന്നുള്ള ഏകപക്ഷീയമായ വിധിയല്ലോ. പ്രോസിക്യൂഷൻ അദ്ദേഹത്തിനെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതല്ലേ, അതാണ് തെളിവില്ല എന്നുള്ളതാണ്. തെളിവില്ല എന്നുള്ളതാണ്. അല്ലാതെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഏകപക്ഷീയമായി ഈ യുവനടിയോട് എന്തെങ്കിലും വൈരാഗ്യം വെച്ച് പെരുമാറി എന്നുള്ളത് ചോറ് തിന്നുന്ന ആളുകൾക്ക് ചിന്തിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അപ്പോൾ ആ ഗൂഢാലോചന കൃത്യമായി തെളിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകേണ്ടതില്ല, മറ്റൊരു വിഷയമായതുകൊണ്ട് തന്നെ. പക്ഷേ അപ്പോഴും ഇത്രയും കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സനീഷ് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മുന്നണിയുടെ കൺവീനർ ഈ പറയുന്ന വർത്തമാനം ആ മുന്നണിക്കും പാർട്ടിക്കും ശരിയാകില്ല. അദ്ദേഹത്തെ തിരുത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അത് അവർ തിരിച്ചറിയുന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലൊക്കെ സണ്ണി വക്കീലിൻ്റെ ഭാഗത്തുനിന്ന്
ഒരു വൈകൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും, അങ്ങനെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് അത് ഏതോ മുറിയിൽ നിന്ന് എടുത്തു കൊടുത്ത ബൈറ്റാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തത്. ഈ അപകടം മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതെ, അതിനകത്ത് ഒരു കാര്യമുള്ളത് ബിനിൽ, നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ 90% ആളുകളും മലയാളികളും ഈ വിഷയത്തിൽ ഒരു പക്ഷത്താണെന്ന് ഞാൻ പറയുന്നതിന് എനിക്കതിനുള്ള ബോധ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം മുന്നണി കൺവീനർ വന്നിട്ട് രാവിലെ ഇത് പറഞ്ഞപ്പോൾ ഉടനടി തന്നെ കോൺഗ്രസ് നേതൃത്വം വന്ന് തിരുത്തിയത്? രാഷ്ട്രീയക്കാർക്കാണ് ഗ്രൗണ്ടിലെ ഫീല് വളരെ നന്നായിട്ട് ഏറ്റവും വ്യക്തമായിട്ട് അറിയുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ സണ്ണി വക്കീലൊന്നും ഇങ്ങനെ വന്ന് പ്രതികരിച്ചില്ലല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ പെട്ടെന്ന് വന്ന് പ്രതികരിച്ചെന്താണ്? ഈ വിഷയത്തിൽ ആ ക്രൂരത നേരിട്ട പെൺകുട്ടിക്കൊപ്പമാണ് കേരളം എന്ന് കഴിഞ്ഞ 5-8 വർഷമായിട്ട് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി മറിച്ചൊരഭിപ്രായമുള്ള നേതാക്കളുള്ള പാർട്ടികൾ പോലും ഇതിനകത്ത് അവരെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം കേരള ജനത ആ പെൺകുട്ടിക്കൊപ്പമാണ്. ഇത് ശരിയായ നീതിയല്ല ഉണ്ടായിരിക്കുന്നത് എന്ന തോന്നൽ 90% ആളുകൾക്കുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് എന്താണോ അതിനൊപ്പം നിൽക്കുന്ന തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഗുണകരം, അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് പെടും എന്നുള്ളതുകൊണ്ടാണ് ആദ്യ മണിക്കൂറിൽ തന്നെ, ഒരുപക്ഷെ ഒരു മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ചാടിക്കയറി വന്നിട്ട് ഇതിനെ സണ്ണി വക്കീൽ അടക്കമുള്ള ആൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾ വന്ന് എതിർത്തത് നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇവരെടുത്ത നിലപാട് എത്രമാത്രം തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് ഉടനടി തന്നെ LDFും മുഖ്യമന്ത്രി തന്നെയും വന്നിട്ട് ഇത് UDFിൻ്റെ ആകെ നിലപാടാണ് കേട്ടോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ നീക്കങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്ന കാര്യം ഇതാണ്. ഇപ്പോഴും ദിലീപിനൊപ്പമല്ല, ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിനൊപ്പമാണ് കേരള ജനതയുടെ 90%ത്തിൻ്റെയും വികാരം എന്ന കാര്യം ഇന്നൊന്നുകൂടെ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായും ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ ഇദ്ദേഹത്തെ ഭൂരിഭാഗം എല്ലാ നേതാക്കളും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പരസ്യമായ പ്രതികരണങ്ങളൊന്നും ഞാൻ കണ്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അപ്പോഴും ഇതിനേക്കാൾ മൂർച്ചയേറിയ വാക്കുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അടൂർ പ്രകാശിനെ തള്ളിപ്പറയാൻ പോകുന്നത് PT തോമസ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ പെൺകുട്ടിക്കൊപ്പം ആദ്യമാന്തം അടിയുറച്ച് നിന്നിരുന്ന ഒരു വ്യക്തി PT തോമസ് ആയിരുന്നു. ഞാൻ മരിക്കുന്നവരെ മോളെ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് PT തോമസ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ രാത്രിയിൽ ആ പെൺകുട്ടിയെ പോയി കണ്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രമാണ് ഉമാ തോമസിന് ഇപ്പോൾ ലഭിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഉമാ തോമസിൻ്റെ അടുത്തേക്ക് പോകുന്നത്? കാരണം PT എത്രത്തോളം ഈ കാര്യങ്ങൾ ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യം അറിയാം. അപ്പം PT തോമസിൻ്റെ ആത്മാവിനെ കുറി മുറപ്പെടുത്തുന്ന ഒരു വർത്തമാനമാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും രമേശ് ചെന്നിത്തലയെയും മുരളീധരനെയും പോലെ തലയെടുപ്പുള്ള നേതാവല്ല ഇതുവരെ അടൂർ പ്രകാശ്. KC വേണുഗോപാലിനെ പോലെ സംഘടനാ ഘടനയിലും പ്രതാപിയുമല്ല. പക്ഷേ ഇരുവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത അടൂർ പ്രകാശിനുണ്ട്. മറ്റൊന്നുമല്ല, കേരളത്തിലെ രാഷ്ട്രീയക്കാരിലെ അത്യപൂർവം തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകളിൽ ഒരാളാണ് അടൂർ പ്രകാശ്. അത് അവിതർക്കിതമാണ്. ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയാലോ മേൽനോട്ടം വഹിക്കാൻ ഇറങ്ങിയാലോ അതെങ്ങനെ വരുതിയിലാക്കാമെന്ന് അടൂർ പ്രകാശിനെ മറ്റാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇടത് കോട്ടകളായിട്ടുള്ള കോന്നിയിലും വർക്കലയിലും ഒക്കെ പലവട്ടം ജയിച്ച അടൂർ പ്രകാശ് തൻ്റെ ക്ലാസ് തെളിയിച്ചിട്ടുണ്ട്. ഒരേ സമയം മുൻനിര രാഷ്ട്രീയക്കാരനും മുൻനിര ബിസിനസ്സുകാരനുമാണ് അദ്ദേഹം. ആരെയും വെറുപ്പിക്കാതെ പോയിരുന്ന പഴയ ട്രാക്ക് അദ്ദേഹം വിട്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് ആണ് പിടികിട്ടാത്തത്. സ്വന്തം സ്വഭാവ ദൂഷ്യം കൊണ്ട് പാർട്ടിക്കും മുന്നണിക്കും തീർത്താൽ തീരാത്ത നാണക്കേടുണ്ടാക്കി ആകെ നാണം കെട്ടു നിന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം മടിച്ചില്ല. പിന്നെ രാജ്യവ്യാപക ചർച്ചയായ ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുമ്പോഴാണ് ആരോപിതനായി നടന്ന വെള്ളപൂശാനും അദ്ദേഹം മുതിരുന്നത്. അതും വിധി വന്ന് 24 മണിക്കൂർ തികയും മുൻപ്. ഈ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമാകുമോ എന്നത് നമുക്ക് വിടാം. പക്ഷേ 2 തവണ മന്ത്രിയും ഒട്ടേറെ പ്രാവശ്യം നിയമനിർമ്മാണ സഭകളിൽ അംഗവുമായിരുന്ന, ഇപ്പോഴും അംഗമായിട്ടുള്ള, ഇനിയും അതൊക്കെ ആകാൻ ഇടയുള്ള ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത പരാമർശമാണ് ഇത് രണ്ടും എന്ന കാര്യത്തിൽ RDXന് ഒരു സംശയവുമില്ല. ഇടവേളയിൽ